കിഡ്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സയൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ സയൻസിന്റെ ഒരു വെറൈറ്റി ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ടോപ്പിക്കിന്റെ പേരൊന്ന് നോക്കിയേ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. എന്താണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ? അപ്പോൾ ഇത് ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി വലിയ ക്ലാസ്സിലേക്ക്, ഹയർ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ മാറ്റർ, ആദ്യമേ നമുക്ക് ഈ ഒരു പേരിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് മാറ്റർ? മാറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും, അതിനെയാണ് നമ്മൾ മാറ്റർ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പം മാറ്റർ ഈസ് എവരിവെയർ. മാറ്റർ എന്താണ്? എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അപ്പം മാറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തൊരു കുഞ്ഞു വസ്തുവെങ്കിലും ആയിക്കോട്ടെ, ഇറ്റ് ഹാസ് സം സ്പേസ്. അതിന് ഇരിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ഒക്യുപ്പൈ ചെയ്യാനായിട്ട് എന്ത് വേണം? അതിനൊരു സ്പേസ് വേണം. ഓക്കെ, അപ്പം മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ടേക്സ് അപ്പ് സ്പേസ്. ഓക്കെ, മാറ്ററിന് എന്ത് വേണം? ഒരു സ്പേസ് വേണം. അത് ഒക്യുപ്പൈ ചെയ്യാനായിട്ട് മാറ്ററിന് എന്ത് ഉണ്ടായിരിക്കണം? ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. അതുപോലെ അതിനൊരു മാസ് കാണും, ഇല്ലെങ്കിൽ അതിനൊരു വെയിറ്റ് കാണും കേട്ടോ. അപ്പം മാറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് മാസ് ഉള്ളതും അതുപോലെ സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറയുമ്പോഴത്തേക്ക് മാറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം പുതുതായിട്ട് കേൾക്കുന്ന വേർഡ് ആണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളുക, മാറ്റർ. മാറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ, അതായത് നമുക്ക് ചുറ്റുമുണ്ട്. മാറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചുറ്റുമുള്ളതാണ് മാറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക്. അതായത് സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നതും അതുപോലെ വെയിറ്റ് ഉള്ളതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ കോമൺലി വിളിക്കുന്ന പേരാണെന്ന് പറയുമ്പോഴത്തേക്ക് മാറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ മാറ്ററിന് നമ്മുടെ ഹെഡിങ് എന്തായിരുന്നു? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലെ. ഫസ്റ്റ് സ്റ്റേജ്. അപ്പൊ നോക്കിയേ, സോളിഡ്സ്, സോളിഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള എല്ലാ വസ്തുക്കളും. ഓക്കെ, അപ്പൊ നോക്കിയേ, സോളിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ അതിനൊരു പെർഫെക്റ്റ് ഒരു ഷേപ്പ് കാണും, അതിന് പെർഫെക്റ്റ് ഒരു വെയിറ്റ് കാണും, അതുപോലെ അതിൻ്റെ അകത്ത് പാർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് അത് കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ. നമ്മുടെ നേക്കഡ് ഐസ് വെച്ച് നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഈ ഒരു സോളിഡിനകത്ത്, ഒരു വസ്തു സോളിഡ് ആകുമ്പോഴത്തേക്ക് അതിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ ഭയങ്കര അടുത്തടുത്തായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, അടുത്തടുത്ത് ഇങ്ങനെ ഇത് കണ്ടു, ഇതുപോലെ ഇങ്ങനെ ക്ലോസ് ആയിട്ടായിരിക്കും ഈ സോളിഡിനകത്തുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം സോളിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒരു പെർഫെക്റ്റ് ഷേപ്പും അതുപോലെ പെർഫെക്റ്റ് വോളിയും ഒക്കെ ഉള്ള ഒരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു മാറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോളിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക്. നമുക്ക് ചുറ്റും ഒരുപാട് സോളിഡ്സ് ഉണ്ട്. ഇപ്പം നമുക്ക് ചുറ്റുമുള്ള ടേബിള്, ചെയർ, ബുക്ക്, പെന്ന്, ബ്ലാക്ക് ബോർഡ് എല്ലാം എന്താണ്? സോളിഡ്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. കാരണം അതിനൊക്കെ ഇപ്പോൾ ബോക്സ് അല്ലെങ്കിൽ ടേബിൾ അല്ലെങ്കിൽ ഡെസ്ക് അല്ലെങ്കിൽ ചെയർ, ഇവയ്ക്കൊക്കെ എന്തുണ്ട്? ഒരു പെർഫെക്റ്റ് ഷേപ്പ് ഉണ്ട് അല്ലെ, ഒരു പെർഫെക്റ്റ് ഷേപ്പ് ഉണ്ട്, ഒരു പെർഫെക്റ്റ് സൈസ് ഉണ്ട്. അതൊക്കെയാണ് സോളിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം സോളിഡ്സ് ഹാവ് എ ഫിക്സഡ് ഷേപ്പ്. സോളിഡ്സിന് എന്തുണ്ട്? ഒരു ഫിക്സഡ് ഷേപ്പ് ഒക്കെ ഉണ്ട്, അതുപോലെ ഒരു ഫിക്സഡ് സൈസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫിക്സഡ് സൈസും ഫിക്സഡ് ഷേപ്പും ഉള്ള നമ്മുടെ മാറ്ററിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ് ആണ് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് സോളിഡ്സ്. അപ്പം നമുക്ക് കോമൺലി അറിയാവുന്ന കുറച്ച് എക്സാമ്പിൾ ആണ് ഐസ് കേട്ടോ. ഐസ് ക്യൂബ് ആണ് കേട്ടോ. ഐസ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പുറത്തെടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് വെള്ളമായി പോകും അല്ലേ, അത് നമ്മുടെ സോളിഡ്സിനകത്ത് ഉൾപ്പെടത്തില്ല. അപ്പം ഐസ് ക്യൂബ് കേട്ടോ, ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഐസ് ക്യൂബ്, അതുപോലെ ചെയർ, അതുപോലെ ബോക്സ്, ഇനി എക്സാമ്പിൾസ് ഉണ്ട്, ടേബിൾ. അപ്പോൾ ഇത് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ 3 സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിന്റെ ഓരോ എക്സാമ്പിൾ വെച്ച് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം ഐസ് ക്യൂബ്, ചെയർ, ബോക്സ്, ടേബിൾ, അതൊക്കെയാണ് സോളിഡ്സിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പൊ നമ്മുടെ മാറ്ററിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? സോളിഡ്സ് ആണ്. സോളിഡ്സിന്റെ എക്സാമ്പിൾ ആണ് ഐസ് ക്യൂബ്, ചെയർ, ബോക്സ്, ടേബിൾ ഒക്കെ. സോളിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനൊരു പെർഫെക്റ്റ് ഷേപ്പ് അല്ലെങ്കിൽ അതിനൊരു ഫിക്സഡ് ഷേപ്പും ഒരു ഫിക്സഡ് സൈസും കാണും കേട്ടോ. ഇനിയും സോളിഡ്സിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതൊക്കെ ഹയർ ക്ലാസ്സിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ കണ്ടു. ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഏതാണ്? സോളിഡ് ആണ്. അടുത്ത
സ്റ്റേറ്റ് ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് ലിക്വിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെ, ലിക്വിഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം കുറച്ചിങ്ങനെ ഫ്ലോ ചെയ്ത് നടക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണ് എന്ന് പറയുമ്പോഴത്തേക്ക് ലിക്വിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് കേട്ടോ. അതായത് നമ്മുടെ വെള്ളം, വാട്ടർ, ജ്യൂസ്, മിൽക്ക് അങ്ങനെ ഫ്ലോ ചെയ്ത് നടക്കാൻ പറ്റുന്ന മാറ്ററിന്റെ രണ്ടാമത്തെ അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ന് പറയുമ്പോഴത്തേക്ക് ലിക്വിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് കേട്ടോ. നോക്കിയേ, നമ്മൾ സോളിഡ്സിന്റെ ആ ഒരു പടം കണ്ടപ്പോഴത്തേക്ക് കണ്ടായിരുന്നു അല്ലെ, എല്ലാം ഇങ്ങനെ അടുത്തടുത്തായിരുന്നു അല്ലെ അതിന്റെ പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലിക്വിഡ്സിന്റെ അകത്തെ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ നമുക്ക് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതിങ്ങനെ കണ്ടോ ഇച്ചിരി വലുതാക്കി കാണിച്ചേക്കുന്നത്. അതായത് ഈ ലിക്വിഡ്സിനകത്തെ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ അതിങ്ങനെ ഒരുപാട് അടുത്തുമല്ല എന്നാൽ ഒരുപാട് ദൂരെയല്ല ഇരിക്കുന്നത് കേട്ടോ. ഒരുപാട് അടുത്തുമല്ല ഒരുപാട് ദൂരെയല്ല, ഏകദേശം അടുത്ത് ഏകദേശം ഒരുപാട് ദൂരെ അല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഇതിനകത്ത് ലിക്വിഡ്സിനകത്ത് പാർട്ടിക്കിൾസ് ഇരിക്കുന്നത്. അതായത് ഇതിന് മൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ലിക്വിഡ്സിനകത്ത് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ലിക്വിഡ്സിന് എന്താണ് മൂവ് ചെയ്യാൻ പറ്റും, അതായത് അതിന് ഫ്ലോ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് വെള്ളം അറിയാമല്ലേ, നമുക്ക് വെള്ളം ഫ്ലോ ചെയ്യാനായിട്ട് വെള്ളം ഫ്ലോ ചെയ്യും. അല്ലെങ്കിൽ ജ്യൂസ് ആണെങ്കിലും നമുക്ക് എന്താണ് ഒരു കണ്ടെയ്നറിൽ നിന്ന് മറ്റൊരു കണ്ടെയ്നറിലേക്ക് നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലെ. അപ്പൊ അതൊക്കെയാണ് ലിക്വിഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ. അപ്പൊ ഒന്ന് ആലോചിച്ച്, നമ്മൾക്ക് വെള്ളത്തിന് ഒരു പെർഫെക്റ്റ് ഷേപ്പ് ഒക്കെ ഉണ്ടോ? വെള്ളത്തിന് ഒരു ഷേപ്പ് ഒന്നുമില്ല അല്ലെ. ഇപ്പൊ നമ്മൾ വെള്ളം ഒരു ബോട്ടിലിനകത്ത് എടുക്കുവാണെങ്കിൽ ആ വെള്ളത്തിന് എന്താണ്, ബോട്ടിലിന്റെ ഷേപ്പാണ്. ഈ ബോട്ടിൽ ഇരിക്കുന്ന വെള്ളം നമ്മൾ സെയിം ഗ്ലാസ്സിലോട്ട് ഒഴിക്കുവാണെങ്കിൽ ആ വെള്ളത്തിന്റെ ഷേപ്പ് എന്തായിരിക്കും, ഗ്ലാസിന്റെ ഷേപ്പ് ആയിരിക്കും. അപ്പം ഈ ലിക്വിഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ലിക്വിഡ്സിന് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ഷേപ്പ് ഇല്ല. അവരുടെ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ ഏത് കണ്ടെയ്നർ ആണോ, അതായത് കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ ബോട്ടില് അല്ലെങ്കിൽ ഗ്ലാസ് അതിനെയൊക്കെയാണ് കണ്ടെയ്നർ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഏത് കണ്ടെയ്നർ ആണോ എടുക്കുന്നത് ആ കണ്ടെയ്നറിന്റെ ഒരു ഷേപ്പ് ആയിരിക്കും നമ്മുടെ ലിക്വിഡ്സിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക്. പക്ഷേ ഉണ്ടല്ലോ ലിക്വിഡ്സിന് പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് ഒരു വോളിയം കാണും കേട്ടോ. ലിക്വിഡ്സിന്റെ വോളിയം ഫിക്സഡ് ആയിരിക്കും, പക്ഷെ അതിന്റെ ഷേപ്പ് എന്തല്ല, ഫിക്സഡ് അല്ല. ലിക്വിഡ്സിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ എടുക്കുന്ന പാത്രത്തിന്റെ അല്ലെങ്കിൽ എടുക്കുന്ന ബോട്ടിലിന്റെ എടുക്കുന്ന കണ്ടെയ്നറിന്റെ ഷേപ്പ് ആയിരിക്കും ലിക്വിഡ്സിന്റെ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക്. നമുക്ക് നോക്കാം. Liquids take the shape of the container like a bottle or a glass. അപ്പോൾ കണ്ടെയ്നർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബോട്ടിൽ അല്ലെങ്കിൽ ഗ്ലാസ് ആണ് കേട്ടോ. അപ്പം എടുക്കുന്ന കണ്ടെയ്നറിന്റെ ഷേപ്പ് ആയിരിക്കും ലിക്വിഡ്സിനുള്ളത്. അതുപോലെ നോക്കി, they can flow അല്ലേ, അവർക്ക് എന്താണ് ഒഴുകി നടക്കാനായിട്ട് പറ്റും അല്ലേ. ഇപ്പൊ ജ്യൂസ് ആയിക്കോട്ടെ കണ്ടോ, അതിങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ, ഒരു ഇതിന് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കി, മിൽക്കിന്റെ ഗ്ലാസിന്റെ ഷേപ്പാണ് ആ ഒരു മിൽക്കിന്. അതുപോലെ നമ്മളൊരു ജ്യൂസ് ഒരു ഗ്ലാസിനകത്ത് എടുത്തിട്ടുണ്ട്, അപ്പൊ ആ ഗ്ലാസിന്റെ ഷേപ്പാണ് ജ്യൂസിന് അല്ലേ. അപ്പം ലിക്വിഡ്സ് എടുക്കുന്ന കണ്ടെയ്നറിന്റെ ഷേപ്പ് ആയിരിക്കും, പക്ഷെ അവർക്ക് എന്താണ് ഒരു ഫിക്സഡ് വോളിയം കാണും കേട്ടോ. അവരുടെ വോളിയം ഫിക്സഡ് ആയിരിക്കും. അതുപോലെ അവർക്ക് എന്താണ് ഇങ്ങനെ ഫ്ലോ ചെയ്ത് നടക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയും ഒരുപാട് പെക്യുലിയാരിറ്റീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഉണ്ട് ലിക്വിഡ്സിന്, അത് നമുക്ക് ഹയർ ക്ലാസ്സിലേക്ക് കാണാം കേട്ടോ. അപ്പൊ ഇത്രയും അറിഞ്ഞിരിക്കുക. അടുത്തത്, അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ കണ്ടു, എന്താണ് സോളിഡ്സ്. സെക്കൻഡ് സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്തായിരുന്നു, ലിക്വിഡ്സ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഗ്യാസ് എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലേ. ഗ്യാസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്ന എയർ അല്ലേ, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ, നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന എയർ ഏതാണ്, ഓക്സിജൻ ആണ് അല്ലേ. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുന്ന എയർ ഓക്സിജൻ ആണ്, നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന എയറിന്റെ അല്ലെങ്കിൽ ഗ്യാസിന്റെ പേര് എന്താണ്, കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലേ. അപ്പം അതൊക്കെ എന്താണ്, ഗ്യാസസിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. അതുപോലെ നമുക്ക് ഗ്യാസസ് നമുക്ക് എന്താണ്, നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല അല്ലേ, നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, പക്ഷെ നമുക്ക് ചുറ്റും എന്തുണ്ട്, ഗ്യാസസ് ഉണ്ട് അല്ലേ. അപ്പം അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ബലൂൺസിലൊക്കെ നമ്മൾ എന്താണ്, എയർ ആണ് അല്ലെ, അല്ലെങ്കിൽ ഗ്യാസ് ആണ് ഫിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ. അതുപോലെ നമ്മൾ ലേസ് അല്ലെങ്കിൽ നമ്മുടെ പാക്കറ്റ് ഓഫ് ചിപ്സ് ഒക്കെ ഇല്ലേ, ചിപ്സിന്റെ ഒക്കെ പാക്കറ്റിനകത്ത് നമ്മൾ എന്താണ് എയർ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ നമ്മുടെ വെഹിക്കിൾസിന്റെ ഒക്കെ ടയറിലും എന്താണ് എയർ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെയാണ് അപ്പൊ നമുക്ക് കാണാൻ പറ്റത്തില്ലെങ്കിലും നമ്മുടെ ചുറ്റും എന്തുണ്ട്, ഗ്യാസസിന്റെ അല്ലെങ്കിൽ എയറിന്റെ പ്രസൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മാറ്ററിന്റെ മൂന്നാമത്തെ സ്റ്റേറ്റ് ആണ് ഏതെന്ന് പറയുമ്പോഴത്തേക്ക് ഗ്യാസ് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നോക്കി, ഈ ഗ്യാസസിന്റെ കണ്ടോ പാർട്ടിക്കിൾസ് ഒക്കെ കണ്ടോ, ഒത്തിരി അടുത്തൊന്നുമല്ല, ഇവർ ഏറ്റവും ഡിസ്റ്റൻസ് ഇട്ടാ നിൽക്കുന്നത് കേട്ടോ. ഒരുമാതിരി എനിമീസിനെ പോലൊക്കെ ഇവരുടെ പാർട്ടിക്കിൾസ് ഒക്കെ എന്താണ്, ഒരുപാട് ഡിസ്റ്റൻസ് ഒക്കെ ഇട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ഒരുപാട് മാറിയാണ് ഗ്യാസസിന്റെ പാർട്ടിക്കിൾസ്, അതായത് അതിനകത്തുള്ള കുറെ പാർട്ടിക്കിൾസ് ഒക്കെ ഇങ്ങനെ ഏറ്റവും എത്ര ദൂരത്തിൽ നിൽക്കാവോ അത്രയും ദൂരത്തിലാണ് ഗ്യാസസിന്റെ പാർട്ടിക്കിൾസ് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഇനി ഗ്യാസസിന് പെർഫെക്റ്റ് ഒരു ഷേപ്പ് ഉണ്ടോ, ഗ്യാസസിന് പെർഫെക്റ്റ് ഒരു ഷേപ്പും ഇല്ല, ഗ്യാസസിന് പെർഫെക്റ്റ് ആയിട്ട് ഒരു വോളിയവും ഇല്ല കേട്ടോ. അപ്പോൾ ഓർത്തോളുക, സോളിഡ്സിന് പെർഫെക്റ്റ് ഷേപ്പ് അല്ലെങ്കിൽ ഫിക്സഡ് ഷേപ്പും ഉണ്ടായിരുന്നു, ഫിക്സഡ് വോളിയം ഉണ്ടായിരുന്നു. ലിക്വിഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അതിനൊരു പെർഫെക്റ്റ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഷേപ്പ് ഇല്ലായിരുന്നു, പക്ഷെ അവർക്കൊരു ഫിക്സഡ് വോളിയം ഉണ്ടായിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇതിനൊരു പെർഫെക്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ഷേപ്പും ഇല്ല, ഫിക്സഡ് വോളിയവും ഇല്ല.
ഈ ഗ്യാസസിന്റെ വോളിയം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എടുക്കുന്ന പാത്രം അല്ലെങ്കിൽ എടുക്കുന്ന കണ്ടെയ്നറിന് എത്ര വോളിയം ആണോ അതായിരിക്കും ഗ്യാസസിന്റെ വോളിയം. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു 5 ലിറ്റർ ഉള്ള ഒരു ക്യാനും അല്ലെങ്കിൽ ഒരു ബോക്സും അതുപോലെ 10 ലിറ്റർ ഉള്ള ഒരു ഗ്യാസും ഒരു ബോക്സും ഉണ്ടെന്ന് വിചാരിച്ചോളാം. ഈ 5 ലിറ്റർ ഉള്ള ബോക്സിനകത്ത് അല്ലെങ്കിൽ കണ്ടെയ്നറിനകത്ത് നമ്മളൊരു ഗ്യാസ് ഫിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ കണ്ടെയ്നർ അല്ലെങ്കിൽ ആ ഗ്യാസിന്റെ വോളിയം എത്രയായിരിക്കും? 5 ലിറ്റർ ആയിരിക്കും. ഈ 5 ലിറ്റർ ഉള്ള കണ്ടെയ്നറിനകത്തുനിന്ന് നമ്മൾ ആ ഗ്യാസിനെ 10 ലിറ്റർ ഉള്ള കണ്ടെയ്നറിനകത്തോട്ട് പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഗ്യാസിന്റെ വോളിയം എത്രയായിരിക്കും? 10 ലിറ്റർ ആയിരിക്കും. അപ്പോൾ ഓർത്തോളുക, ഗ്യാസസിന്റെ വോളിയം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന കണ്ടെയ്നറിന്റെ വോളിയം എത്രയാണോ അതായിരിക്കും നമ്മുടെ ഗ്യാസസിന്റെ വോളിയം എന്ന് പറയുമ്പോഴത്തേക്ക്. ഗ്യാസസിന് പെർഫെക്റ്റ് ആയിട്ട് ഒരു ഷേപ്പ് ഇല്ല, ഒരു ഫിക്സഡ് വോളിയം ഇല്ല. അത് എടുക്കുന്ന കണ്ടെയ്നറിന്റെ വോളിയം എത്രയാണോ അതായിരിക്കും ഗ്യാസസിന്റെ വോളിയം എന്ന് പറയുമ്പോഴത്തേക്ക്. ഗ്യാസസ് സ്പ്രെഡ് ഔട്ട് ടു ഫിൽ എനി സ്പേസസ് അല്ലെ. ഗ്യാസസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നടക്കും അല്ലെ. ഇപ്പൊ നമ്മളിപ്പോൾ എക്സാമ്പിൾ അമ്മ കിച്ചണിൽ നല്ല ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ അവിടെ അകത്തിരുന്ന് ലിവിംഗ് റൂമിൽ ഇരുന്ന് നമ്മൾ TV കാണുമോ, നല്ല ആ ഒരു സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ കിച്ചണിൽ വരും അല്ലെ. അപ്പൊ ആ ഗ്യാസിന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നടക്കാനായിട്ട് പറ്റും കേട്ടോ. നോക്കി, ഗ്യാസസ് ഫില്ല് ചെയ്തിരിക്കുന്നത് കണ്ടോ, ബലൂൺസിൽ ഗ്യാസസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതുപോലെ കണ്ടോ, ഇപ്പൊ നമ്മൾ വെള്ളമൊക്കെ ബോയിൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കാണാറില്ലേ വാട്ടർ വേപ്പർ അല്ലെ, ആ ഒരു നീരാവി ഇങ്ങനെ വരുന്നതായിട്ട്. അതൊക്കെ എന്താണ്? ഗ്യാസസിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്? നമ്മൾ ആദ്യമേ നമ്മൾ മാറ്റർ എന്താണെന്ന് നമ്മൾ കണ്ടു. മാറ്റർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ എല്ലാമാണെന്ന് പറയുമ്പോഴേക്ക് മാറ്റർ എന്ന് പറയുമ്പോഴേക്ക്, അതായത് അതിനൊരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നതും അതുപോലെ മാസ് ഉള്ളതുമായിട്ടുള്ള എല്ലാ വസ്തുക്കളെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക്. മാറ്ററിന് ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള 3 സ്റ്റേറ്റ്സ് ആണ് കണ്ടത്. ഏതൊക്കെയാണ് 3 സ്റ്റേറ്റ്സ്? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അപ്പൊ മിസ് നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയുടെ താഴെ സോളിഡ് സ്റ്റേറ്റിനും ലിക്വിഡ് സ്റ്റേറ്റിനും ഗേഷ്യസ് സ്റ്റേറ്റ് അതായത് ഗ്യാസ് എന്ന് പറയുന്ന സ്റ്റേറ്റിനുമുള്ള 3 എക്സാമ്പിൾസ് വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവർക്കും ക്ലാസ് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.